അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും യുഎയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുസ്ലിങ്ങളായ ആളുകൾ, വിശ്വാസികളായ ആളുകൾ എത്ര ക്രൂരന്മാരാണല്ലേ. നമ്മുടെ അവഗണന കാരണം ഒരുപാട് വേദനിക്കുന്ന മനുഷ്യന്മാരുണ്ട്. 2 ദിവസം മുമ്പാണ് ഞാനൊരു റീല് കണ്ടത്. ഒരു മനുഷ്യൻ മുസ്ലിങ്ങളായ ആളുകൾ, മുസ്ലിം സമൂഹം മൊത്തത്തിൽ തന്നെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടം പറയുന്നൊരു വീഡിയോ. അല്പമെങ്കിലും മനസ്സിനകത്ത് ഒരു കാരുണ്യ ബാക്കിയുള്ള ഒരു മനുഷ്യനെ കണ്ണീരോട് കൂടിയല്ലാതെ കണ്ടു തീർക്കാൻ സാധിക്കില്ല. 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ലത് കാരണം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. രാഹുൽ ഈശ്വറുമായിട്ടുള്ള സംവാദത്തെ പറ്റി യു.എ ടീമിൽ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞു വന്നത്? മുസ്ലിം ലോകത്ത് ഒരെണ്ണം അങ്ങനെ ഒരു സംവാദം നടന്നതുപോലും അറിയാത്തതുപോലെ ചത്തതുപോലെ കിടപ്പാണ്. നമ്മൾ ഇതിനെ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ അനലൈസ് ചെയ്യുന്നത്. നമ്മുടെ ഷമീർ എങ്ങനെ വീഡിയോ ചെയ്തതെന്ന് മാത്രമേ ഇനി സംശയമുള്ളൂ. ഷമീറും ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ കാര്യം എന്നാണ്. മുസ്ലിം ലോകമേ, നിങ്ങൾ എന്തിനാണ് ഇവരെ അവഗണിക്കുന്നത്? എന്തിനാണ് ഇവരെ വേദനിപ്പിക്കുന്നത്? ഒരു മനുഷ്യരുടെ സങ്കടം നിങ്ങൾ കാണുന്നില്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡിബേറ്റിനുണ്ടോ എന്ന് പറഞ്ഞ് സ്റ്റേജ് കെട്ടി അതൊന്ന് വരുമാനം കൊണ്ട് അങ്ങനെ പിരിവ് നടത്തി ജീവിക്കുന്ന മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ? അവർക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നില്ലേ? നിങ്ങൾ അവരെ അവഗണിക്കുകയാണോ? ഇല്ല, നമ്മൾ അവഗണിക്കില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ലിയാഖത്ത് അലി ചേട്ടൻ്റെ ഈ ലാസ്റ്റ് നടന്ന ഡിബേറ്റ്, നമ്മൾ രാഹുൽ ഈശ്വറുമായി നടന്ന ഡിബേറ്റ് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്തില്ല, നമ്മൾ എന്തുകൊണ്ട് അത് വീഡിയോ ആയിട്ട് ചെയ്തില്ല എന്ന് പറയുകയാണെങ്കിൽ, നമ്മളൊരു മനുഷ്യരെ എങ്ങനെ കുത്തി നോവിക്കുന്നത് ശരിയല്ല എന്നുള്ളതോ, ഈ അടിമത്തം എന്താണെന്നും അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളതും, അതുപോലെ തന്നെ ലോകത്ത് എങ്ങനെയായിരുന്നു അത് വ്യാപിച്ച് കടന്നിരുന്നത്, അറേബ്യയുടെ അവസ്ഥ എന്തായിരുന്നു, പ്രവാചകൻ ഇസ്ലാം അങ്ങോട്ട് വന്ന സമയത്ത് അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, അത് അടിമയാകാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ കുറഞ്ഞു, അടിമ മോചനത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തു, മുക്കാത്തമ പോലെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പലപ്പോഴും പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ധാരണ വന്നിട്ടുണ്ട്. അല്പം അരിയാഹാരം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക്, അല്പം വൈജ്ഞാനിക ബുദ്ധിയോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ധാരണ വന്നിട്ടുണ്ട് ഈ അടിമത്ത വ്യവസ്ഥയെക്കുറിച്ചൊക്കെ. പുള്ളിക്കാരൻ ഇങ്ങനെ ഡിബേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ നടന്ന് ആൾക്കാർ ഡിബേറ്റ് പിടിച്ച് നടക്കുമ്പം എല്ലാ സ്ഥലത്തും നിങ്ങൾ തേഞ്ഞ് പോവുകയാണ്. പണ്ട് അൺമാസ്കിങ്ങിൽ ലൈവിൽ വന്ന് നടന്ന ഒരു സംഭവം നമുക്കൊന്ന് കാണാം. ഇവിടെ ഇപ്പോ ഈ സമയത്ത് താങ്കൾക്ക് ലൈവിന് സംവാദത്തിന് വരാം. താങ്കൾ കോൺഫിഡന്റ് ആണെന്ന വിഷയമാണ്. ഓൺലൈനിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇന്റർനെറ്റും മൈക്കിന്റെ പ്രശ്നം, പല പ്രശ്നങ്ങളുണ്ടാവും. ആ വിഷയത്തിൽ താങ്കൾ ഓൺലൈൻ ഡിബേറ്റ് വരാതിരിക്കാൻ പറഞ്ഞ കാരണങ്ങളൊന്നും ഇല്ലാതെ എന്തായാലും റെഡിയാണോ? അബ്ദുള്ള ബാസിൽ എന്ന ഞാൻ ലിയാഖത്ത് അലി എന്ന് പറയുന്ന വ്യക്തിയുമായി സംവാദത്തിന് ഇപ്പോൾ എല്ലാ നിലക്കും പൂർണ്ണ കോൺഫിഡൻസോട് കൂടി തയ്യാറാണ്. നെറ്റ് ഉണ്ടോ? നെറ്റ് ഉണ്ട്. കറണ്ട് ഉണ്ട്. മൈക്ക് ഉണ്ട്. ഓക്കെ, ഇനി ലിയാഖത്ത് അലി സംവാദം തയ്യാറാണോ? സംവാദത്തിന് ഒരാളെ സംവാദത്തിന് വിളിക്കേണ്ടുന്ന മര്യാദ മറുപടി പറഞ്ഞു. എങ്ങനെ എന്താ സംവാദം? എന്താണ് മോഡറേറ്റർ സംവാദം എന്ന് പറഞ്ഞാൽ? ഇല്ല പറഞ്ഞ ഓഫ്ലൈൻ സംവാദം സംവദിക്കുന്നതിനാണ് സംവാദം എന്ന് പറയാം. വെരി ഗുഡ്. അപ്പൊ ആരൊക്കെയാണ് സംവദിക്കുക? ഒരു മിനിറ്റ് പറയാറില്ല. എനിക്ക് ഓൺലൈൻ സംവാദം അറിയില്ല, അത് പഠിക്കാൻ വന്നതാ. പറ. പണ്ട് നടന്ന സംഭവമാണ്. ലിയാഖത്ത് അലി നമ്മുടെ അൺമാസ്കിങ് ലൈവിലേക്ക് വരുന്നു. നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്തു. ലിംഗം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന അതൊക്കെ വരെ പോട്ടെ, അതൊക്കെ നമ്മൾ ഒഴിവാക്കി വിട്ടു. അതിടക്ക് പറയുന്നത് വേറെ കാര്യമാണ്. ജനുവരി 25-ന് യു.എ ടീം തകരുന്നു. ഏത് വർഷം? എല്ലാ വർഷവും ജനുവരി 25 ഉണ്ടല്ലോ. ഓക്കെ, ആയിക്കോട്ടെ, എന്നാൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഞാനിതാ അടിമത്ത വ്യവസ്ഥയെക്കുറിച്ച്, ഇസ്ലാമിക വിഷയത്തെക്കുറിച്ച് ഞാനിതാ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞു നടക്കുന്ന ലിയാഖത്തിനോട് നീ ഇപ്പോൾ സംസാരിക്കാനുണ്ടോ? ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറാണോ? ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവൻ കയറിയിട്ട് അവനെ യെസ് എന്ന് പറയുന്നില്ല. അതിനുശേഷം ഷാവുൽ ഹമീദുമായിട്ടുള്ളൊരു ചർച്ചയൊക്കെ ഉണ്ട്, ഇറങ്ങി ഓടി. അപ്പോൾ ഇങ്ങനെ നാണം കിട്ടുപോയൊരു മനുഷ്യനെ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ വീണ്ടും കുത്തി നോവിക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രബലമായിട്ടുള്ളൊരു അഭിപ്രായം വന്നു. പിന്നീട് ഇവനെ നമ്മളെ സാധാരണക്കാരനായിട്ടുള്ള ഷമീർക്കയുമായി ഡിബേറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഷമീർക്ക് ചോദിച്ച 6ഓളം ക്വസ്റ്റ്യൻസിന് അവന് ആൻസർ ചെയ്യാൻ തയ്യാറാവാതിരിക്കുകയും അവൻ ഉത്തരം പറയാതെ 6ഓളം ക്വസ്റ്റ്യൻസ് ഉത്തരം പറയാതെ അവൻ എസ്കേപ്പ് ആയി. അപ്പോൾ നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കാണാം. ഞാനിവിടെ 5-6 ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അത് കൂടാതെ ഉപചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിനുകൂടി അടുത്ത റിപ്പോർട്ടിലെങ്കിലും മറുപടി പറഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിക്കാം. ക്ഷമയുടെ ചോദ്യങ്ങൾ കൂടുതലായതുകൊണ്ടാണ്, പല ചോദ്യങ്ങൾ ഉത്തരം അർഹിക്കാത്തതുകൊണ്ട്. ചോദ്യങ്ങൾ കൂടുതലാണെന്ന പ്രശ്നം. ഈ സാധാരണക്കാരനായ എന്റെ മുന്നിൽ പോലും മറുപടി ഇല്ലാത്ത ലിയാഖത്താണ് പല പണ്ഡിതന്മാരും ചർച്ച പിടിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സീരിയലായിരുന്നു. ഞാൻ എനിക്കും ചെയ്യാനായിരുന്നു, കാരണം ഉത്തരമില്ല. അതുകൊണ്ടാണ്, അല്ലാതെ കുറേ ചോദ്യം. ഞാൻ ആകെ 6 ചോദ്യം ട്രസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിനൊന്നിനും മറുപടി കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ? സാധാരണക്കാരായിട്ടുള്ള ഷമീർക്ക, ഇവന് വലിയ പണ്ഡിതന്മാർ വേണം, പണ്ഡിതന്മാരെ കൊണ്ടുപോവാ ഡിബേറ്റ് ചെയ്യാനായിട്ട്. ഇവൻ ആരാ? പണ്ഡിതന്മാരെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു നടക്കുന്ന ലിയാഖത്ത് അലി ചേട്ടൻ, പുള്ളിക്കാരന്
സാധാരണക്കാരിലെ ഷമീർക്കുമേ നടന്ന ഡിബേറ്റിൽ ഷമീർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഇവന് ഉത്തരം പറയാൻ സാധിക്കാതെ ഒഴിഞ്ഞു മാറുകയും നേരെ മറിച്ച് ഇസ്ലാമിനെതിരൊന്നും പറയാലോ. ഇപ്പോൾ ഇസ്ലാമിനെതിരൊന്നും പറയാൻ പ്രയാസമല്ല. ഒരു മൈക്ക് ഉണ്ടെങ്കിൽ ആർക്കും ഒന്ന് വിളിച്ചു പറയാം, മൈക്ക് എടുത്തിട്ട് നിങ്ങൾ തോന്നിവാസം വിളിച്ചു പറയാം. പക്ഷേ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ഉത്തരം പറയാൻ തയ്യാറാവാതെ ഇറങ്ങി ഓടിയ അവസ്ഥയാണ് അവിടെ സംഭവിച്ചത്. അതിനുശേഷം പിന്നീട് അപ്പോൾ രാഹുൽ ഈശ്വറുമായിട്ടൊരു ഡിബേറ്റ് പിടിച്ചിട്ടുണ്ട്. നിങ്ങളത് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ എക്സ് മുസ്ലിംസിൻ്റെ ട്രെൻഡ് അങ്ങനെയാണല്ലോ. അതായത് ഇസ്ലാമിക് വിഷയം സംസാരിക്കാനായിട്ട് മുസ്ലിങ്ങൾ വേണമെന്നൊന്നുമില്ല, ആരായാലും കുഴപ്പമൊന്നുമില്ല. ഇസ്ലാമിക് വിഷയങ്ങൾ ചർച്ച നടത്തിയാൽ മതി, സ്റ്റേജ് കെട്ടണം, പിരിക്കണം, അങ്ങനെ ജീവിക്കണം, ഇതാണ് ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ രാഹുൽ ഈശ്വറുമായി നടന്ന ഡിബേറ്റിലും തേഞ്ഞൊട്ടുന്നത് ലൈവായിട്ട് കണ്ട ആൾക്കാരാണ് നമ്മൾ. ഇവ കൊണ്ടുവന്ന ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായിട്ട് മറുപടി കൊടുത്ത് അവന് തേഞ്ഞൊട്ടിപ്പോയ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും ശവത്തിൽ കുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ വീഡിയോ ചെയ്യാതിരുന്നത്. സാധാരണ പറയാറെന്താ, ആരിഫ് ഹുസൈനൊക്കെ വലിയ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള വ്യക്തിയാണ്, അവനെ ഇസ്ലാമോഫോബ് പരത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് കാര്യം ഒരു തെറ്റ് ഒരാൾ ചെയ്താലും അത് മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഞങ്ങൾ വലിയ പുണ്യാളന്മാരാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ് ആര്, ഈ ലിയാഖത്ത് അലി. പക്ഷേ ലിയാഖത്തിന് ചെയ്യുന്ന കാര്യം എന്താ, നിങ്ങൾ ഡിബേറ്റ് ശ്രദ്ധിച്ച് മനസ്സിലാവും. ഡിബേറ്റിൻ്റെ അകത്ത് ISIS എന്ന് പറയുന്ന തീവ്രവാദ സംഘടന അത് തന്നെയാണ് ഇസ്ലാം. അതായത് ഒരാൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഒരാൾ പ്രവാചകന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഒരാൾ ഖുർആൻ പഠിക്കുകയാണെങ്കിലും ഹദീസ് പഠിക്കുകയാണെങ്കിലും, ഒരാൾ ദീൻ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്തായി മാറി, അവൻ തീവ്രവാദിയായിട്ട് മാറി. ഇത് തന്നെ ആരും പറയുന്നത്, ഇത് തന്നെയാണ് നമ്മുടെ വലതുപക്ഷ തീവ്ര വർഗീയ സംഘടനകളും പറയുന്നത്. ഒരു വ്യത്യാസമല്ല. ഒരാൾ പറയുമ്പോൾ പിന്നെ പോളിഷ് ചെയ്ത് പറയുന്നത് തന്നെ ഉള്ളൂ. രണ്ടുപേരും പിടിക്കുന്ന മൂക്കന്നെയാണ്, ഒന്ന് വളഞ്ഞു പിടിക്കുന്നു, ഒന്ന് നേരെ പിടിക്കുന്നു, അത്ര വ്യത്യാസമുള്ളൂ. ലിയാഖത്ത് പിടിക്കുന്നത് മൂക്കന്നെയാണ്. അതായത് വലതുപക്ഷ തീവ്ര സംഘടനകൾ, വർഗീയ സംഘടനകൾ പറയുന്നത് എന്താണോ അത് അങ്ങനെ തന്നെയാണ് ഈ ഒരു ഡിബേറ്റിൽ സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോ കാണാം. നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ISIS അധികാരം പിടിച്ചപ്പോൾ അവിടുത്തെ യസീദി പെൺകുട്ടികളെ അടിമകളാക്കി പിടിച്ച് ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ പ്രവാചകൻ ചെയ്തത് അതിന് സമാനമായ രീതിയിൽ, കിട്ടിയിൽ എങ്ങനെയാണോ വിശദീകരിച്ചത് അതിന് സമാനമായ രീതിയിൽ ദേഹപരിശോധന വരെ നടത്തി അടിമ സ്ത്രീകളെ ചന്തയിൽ വരെ പറഞ്ഞു വിറ്റു യസീദി കുട്ടികളെ. ഇതിന് ചരിത്രം പറയാൻ കുറെ പറയാനുണ്ട്. ISIS അവരുടെ അതും അതിന് സമാനതകളില്ലാത്ത പ്രശ്നങ്ങൾ അവരെന്താ പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടായിട്ടൊന്നും ചെയ്യുന്നില്ല, ഇസ്ലാമിലുള്ളത് ഞങ്ങൾ ചെയ്തു എന്നാണ്. രാഹുൽ ഈശ്വർ ശ്രദ്ധയിലേക്ക് വരിക. ഈ രീതിയിലുള്ള ഈ തനതാത്വത്തിൽ ഇസ്ലാമിനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏക വിഭാഗം ഇന്ന് ലോകത്തുള്ളത് സലഫിസമാണ്, വഹാബികളാണ്. അവരുടെ ആശയധാരയാണ് ബാക്കിയെല്ലാം. ISIS ഇസ്ലാം മുഹമ്മദ് നബി ചെയ്തതിന്റെ താരതമ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. അയ്യോ, നമ്മളെ ഈ ബ്രിട്ടീഷുകാർ തന്ത്രം ഉണ്ടായിരുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചൊരു സംഭവമാണ് ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. ഇവരതിനിടയിൽ കൂടി സലഫികൾ വഹാബികൾ എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ, ഇവിടെ കേരളത്തിലൊരു വ്യവസ്ഥിതിയുണ്ട്. ഇപ്പം സമസ്ത, അതുപോലെ തന്നെ മുജാഹിദ് സംഘടനകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനതിനിടയിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് സപ്പോർട്ട് എനിക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ പറയുന്നത്. എൻ്റെ ലിയാഖത്തെ, ഇത് മുസ്ലിം സമുദായത്തിനിടയിൽ നിൻ്റെ ഈ പരിപ്പ് വേവാൻ പോകുന്നില്ല. നീ ഈ ഉടായ്പൊക്കെ നിന്റെ എമു ടീമിൽ കൊണ്ടുപോയിട്ട് ഇറക്കിക്കോ, ചിലപ്പോൾ അവിടെ വേവ് ആയിരിക്കും, പക്ഷെ ഇവിടെ വേവില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് നീ അള്ളാഹുവിനും റസൂലിനെയും അവഹേളിക്കുന്നവരാണ്, നുണ പറയുന്നവരാണെന്നുള്ള ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ധാരണയുള്ള ആൾക്കാരാണ്. അപ്പോൾ നീ അതിനിടയിൽ കൊണ്ടുപോയിട്ട് അത് വഹാബികൾ സലഫികൾ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഇവൻ പറഞ്ഞ കാര്യം എന്താ, ISIS എന്ന് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പഠിപ്പിച്ചത്, എന്താണ് അദ്ദേഹം കാണിച്ചു കൊടുത്തത്, അത് തന്നെയാണ് ISIS ചെയ്യുന്നത്. ISIS ചെയ്യുന്നത് കാര്യങ്ങൾ പരിപൂർണമായിട്ടും ഇസ്ലാമാണ്. ഇസ്ലാമിൻ്റെ ശരീഅത്തനുസരിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ, ഒരു വള്ളി പുള്ളി അങ്ങോട്ട് മാറാതെ കറക്റ്റാണ് ISIS ചെയ്യുന്നതെന്ന് അവൻ പറയുന്നത്. ഇനി ഇതിൽ നാദിയ മൊറാദുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അവന് സംസാരിക്കുന്നത്. നാദിയ മൊറാദിനെ റൈപ്പ് ചെയ്തതും ആ പെൺകുട്ടിയെ ഇങ്ങനെ ബ്രൂട്ടലി ഉപദ്രവിച്ചതൊക്കെ അതെല്ലാം ഇസ്ലാമിൻ്റെ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾക്ക് അനുസരിച്ചാണെന്നാണ് അവൻ പറയുന്നത്. ഇനി അതിന് കൗണ്ടർ ചെയ്യുന്നുണ്ട് രാഹുൽ ഈശ്വർ, നമുക്കത് കേൾക്കാം. ഏറ്റവും പീഡനം അനുഭവിച്ച സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നാദിയ മുറാദ. ആ നാദിയ മുറാദിന്റെ വിക്ടിം ഓഫ് സെക്ഷൽ വയലൻസിൽ നോബൽ സമ്മാനത്തിന്റെ പേജിൽ ഓർക്കുക, ഒരു മുസ്ലിം പോലും കാണില്ല, അല്ലെങ്കിൽ മുസ്ലിം വോട്ട് ബാങ്കുകൾ അല്ല ചെയ്യുന്നത്. അവർ പറയുന്നു ഈ റേപ്പും മറ്റും ചെയ്തത് ഇസ്ലാമിലേക്ക് മാറാനല്ല, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ISISന്റെ വേർഷൻ ഓഫ് ഇസ്ലാമിലേക്ക് മാറാനാണ്. ഇസ്ലാമിനെയും ISIS പ്രതിദാനം ചെയ്യുന്ന ഇസ്ലാമിനെയും രണ്ടായി നോബൽ സമ്മാനത്തിന്റെ കമ്മിറ്റിക്കാർ പോലും ചെയ്തു. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ ഈ നാദിയ മുറാദ് എന്ന് പറയുന്ന 21 വയസ്സുകാരിയായ കുട്ടി ഇസ്ലാമിന്റെ വിക്ടിമാണെന്ന് നോബൽ സമ്മാനം കൊടുത്തു. ശ്രദ്ധിച്ചു കേട്ടോ, എന്താ പറഞ്ഞത്? നോബൽ പ്രൈസിന്റെ ഓർഗനൈസേഷന്റെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് കൊടുത്തിരിക്കുകയാണ്, നാദിയ വാസ് റേപ്ഡ് ആൻഡ് ത്രട്ടൻഡ് വിത്ത് എക്സിക്യൂഷൻ അൺലെസ് ഷീ കൺവേർട്ടഡ് ടു ദി IS വേർഷൻ ഓഫ് ഇസ്ലാം. അത് ലോകത്തിലെ എല്ലാ ആശയങ്ങളും എങ്ങനെയാണ്, ആർക്കും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അപ്പോൾ ISIS സംഘടനയുടെ വേഷൻ അവർ വ്യാഖ്യാനിച്ചെടുത്തിട്ടുള്ള, അവർക്ക് വേണ്ടി അവർ മാറ്റിയിട്ടുള്ള ആ ഒരു ഇസ്ലാം, അവരുടേതായിട്ടുള്ള ഇസ്ലാം, അതായത് യഥാർത്ഥ ഇസ്ലാം അല്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അഡിഡാസ് എന്ന് പറഞ്ഞ ഷൂ ഉണ്ട്, അഡിഡാസ് ഷൂ. അപ്പോൾ ഒരുത്തന അതിൽ അഡിഡാസ് ഉണ്ട്,
വേറൊരുത്തൻ റോഡ് സൈഡിൽ നിന്ന് ലിയാഖത്ത് പോയിട്ട് എന്ത് ചെയ്യുക, അബിഡാസ് വാങ്ങുകയാണ്. എന്നിട്ട് ലിയാഖത്ത് നമ്മൾ പറയണം, എടാ കണ്ടോ അബിഡാസ് കണ്ടോ, ഇതാണ് ഒറിജിനൽ. അഡിഡാസ് ഒറിജിനൽ അല്ല, അഡിഡാസാണ് ഒറിജിനല്. അബിഡാസ് ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്, നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പം ഇസ്ലാമോഫോബിൻ്റെ ഒരു പ്രശ്നങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി ഞാൻ അടുത്ത ഒരു വീഡിയോയിലേക്ക് പോവാം. ഇതേപോലൊരു പ്രസംഗത്തിലല്ല, ഇത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഹോംലാൻഡ് സെക്യൂരിറ്റി ആൻഡ് ഗവൺമെന്റൽ അഫയേഴ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 114ാമത് കോൺഗ്രസിന്റെ 2ാം സെഷനാണ്. ജൂൺ 1, 2016. അന്ന് നാദിയ മുറാദ് നോട്ട് സമ്മാനം കിട്ടിയിട്ടില്ല. അതിൽ നാദിയ മുറാദ് എന്താ പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച്? നാദിയ മുറാദ് അവരുടെ അനുഭവം വിശദീകരിക്കുമ്പോൾ നാദിയ മുറാദ് പറയുന്നു, 2 മണിക്കൂറിൽ 700ഓളം ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാരെ കൊന്നു. എന്റെ 6ഓളം സഹോദരങ്ങളെയും എന്റെ അമ്മ കൊന്നു. ഞങ്ങളെല്ലാം വ്യത്യസ്ത ഒരു മതത്തിൽപ്പെട്ടവരായതുകൊണ്ടാണ് അവർ കൊന്നത്. അടുത്തതാണ് ആര് കൊന്നത്? ഐ ആം നോട്ട് സേയിങ് ഐസിസ് റെപ്രസെന്റ്സ് ഇസ്ലാം. പക്ഷേ ഐസിസ് ഇസ്ലാമെന്ന മതത്തെ ദുരുപയോഗം ചെയ്ത് ഈ ക്രിമിനൽ പ്രവൃത്തികൾ ചെയ്യുക. ആ ഐഡിയോളജിയെ നമുക്ക് തടയേണ്ടതും. ഈ ഐസിസിനെ കുറിച്ച് ബാക്കിയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. യസീദി പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ട് റൂട്ടിലെ റേപ്പ് ചെയ്തിട്ടുള്ള IS തീവ്രവാദികളെ കുറിച്ചിട്ട് നാദിയ മുറാദ് പറയണത് അത് മുസ്ലിങ്ങൾ ഇസ്ലാമാണ് കാരണമെന്ന് ഞാൻ പറയുന്നില്ല, ഇസ്ലാമാണ് കാരണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെന്ത് ചെയ്യാണ്? ഇസ്ലാമിനെ ടൂളായിട്ട് ഉപയോഗിക്കുകയാണ്. ഇസ്ലാമിന്റെ പേരിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. ഈ ക്രൈംസ് ഇസ്ലാമിന്റെ പേരിലാണ് നടക്കുന്നത്. ആൻഡ് മുസ്ലിംസ് ഷുഡ് ബി ദ ഫസ്റ്റ് വൺ ടു റെസിസ്റ്റ് ഇറ്റ്. ഐ ഡു നോട്ട് ലൈക്ക് എനിവൺ ടു അറ്റാക്ക് ആൻ എൻറ്റയർ റിലീജിയൻ. ഒരു എൻറ്റയർ മതത്തെ, വിശ്വാസത്തെ ആരും ആക്രമിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നെ അവിടെ രക്ഷപ്പെടാൻ സഹായിച്ച ഫാമിലി അത് മുസ്ലിങ്ങളാണ്. വേറൊരു സ്ഥലത്ത് ആ മുസ്ലിം കുടുംബം ഇവർ പോകാൻ നേരം പറയുന്നുണ്ട് നാദിയ മുറാദ്, നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആഹാരം തരാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ദരിദ്രരാണ്, നിങ്ങളെ കുറച്ചുകൂടെ നന്നായി ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുന്ന ഒരു മുസ്ലിം ഫാമിലിയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അവരെന്താ ഇസ്ലാമല്ലേ? അപ്പോൾ യസീദി പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് ബ്രൂട്ടലി റേപ്പ് ചെയ്ത് അവരെ കൊന്നുകളയുന്ന, അവരെ റേപ്പ് ചെയ്യുന്ന, അവരെ ഉപദ്രവിക്കുന്ന ISIS അത് പക്കാ ഇസ്ലാം. ഒരു വ്യത്യാസമില്ല, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, കറക്റ്റ് ഇസ്ലാം. അത് പ്രവാചകന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് മാത്രം ജീവിക്കുന്ന പക്കാ ഇസ്ലാം. രേഖ എവിടെ? തരേഖ കണ്ടോ, തരേഖ. നേരെ മറിച്ച് അവിടുന്ന് രക്ഷിക്കാൻ സഹായിച്ച ആ കുടുംബം അവർ മുസ്ലിങ്ങളൊന്നുമല്ല. പിന്നെ അവർ ദീൻ പഠിച്ചിട്ടില്ല, അവർ ഖുർആൻ പഠിച്ചിട്ടില്ല, അവർ ഹദീസ് പഠിച്ചിട്ടില്ല. എന്തുവാടേ ഉടായ്പ എത്ര കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കും? നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സിറ്റി പഠനങ്ങൾ അല്ല ഇസ്ലാം എന്ന് ഞാൻ പറഞ്ഞതിന്, യൂണിവേഴ്സിറ്റികൾ ഖുർആനും ഹദീസും പഠിച്ചിട്ട് ഒരു പറയും. എന്തിന്? ഖുർആൻ ഹദീസ് പഠനമല്ലോ, അത് മാത്രം പഠിപ്പിച്ച യൂണിവേഴ്സിറ്റികൾ ഉണ്ടല്ലോ. ഖുർആനും ഹദീസും അരച്ച് കലക്കി കുടിച്ച് സകല ഭാഷകളിലും അതിന് വിശദീകരണം എഴുതിയ ഇസ്ലാമിന്റെ യൂണിവേഴ്സിറ്റികളില്ലേ, മതപണ്ഡിതന്മാരില്ലേ, അവരുടെ ഫത്വകളില്ലേ? എന്തിനാ? അതായത് യൂണിവേഴ്സിറ്റി പഠനങ്ങളെ കുറിച്ചിട്ട് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് കുറച്ചായിട്ട്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പുള്ളിക്കാരനൊക്കെ പറയുന്നു യൂണിവേഴ്സിറ്റി പഠനങ്ങളൊന്നും പറ്റൂല എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അതിന്റെ ഭാഗത്ത് അദ്ദേഹം എടുത്തു പറയുന്നത് വേറെ കാര്യമാണ്. എന്തിന്? പണ്ഡിതന്മാരുണ്ടല്ലോ. അതെ, പണ്ഡിതന്മാരുണ്ടല്ലോ, പണ്ഡിതന്മാർ പറയട്ടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പണ്ഡിതനെ പരിചയപ്പെടുത്തുന്നത്, ലോകത്തിലെ സലഫി പണ്ഡിതൻ. ഇവർ പറയുന്നുണ്ടല്ലോ സലഫികൾ, വഹാബികൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് ഉടായ്പ്. ആ പരിപാടിക്ക് വേണ്ടി പറയുന്ന സലഫികൾ, വഹാബികൾ ആളുകൾ. അപ്പോൾ അങ്ങനെ സലഫി പണ്ഡിതനായിട്ടുള്ള, സൗദി പണ്ഡിതനായിട്ടുള്ള, ലോകത്തിലെ സലഫികൾ ഫത്വ പരമാവധി സ്വീകരിക്കാൻ എടുക്കുന്ന ഒരു സോഴ്സായിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് സാലിഹ് ഫൗസാൻ, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ, അദ്ദേഹം മാസ്റ്റേഴ്സും ഡോക്ടർ ഡിഗ്രി നേടിയ വ്യക്തിയാണ്. ഇനി ആ ഡിഗ്രി പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഡിഗ്രി മാത്രം പറ്റുമെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ വർക്ക്, അദ്ദേഹം ഇമാമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, റിസർച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സ്കോളർ റിസർച്ചറാണ്. അതുപോലെ തന്നെ അദ്ദേഹം പ്രിൻസ് മുത്തൈബ് ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് മോസ്കിലെ ടീച്ചറാണ് അദ്ദേഹം. അങ്ങനെയുള്ള ക്വാളിഫിക്കേഷനൊക്കെയുള്ള ഷെയ്ഖ് സാലിഹ് ഫൗസാൻ്റെ ഒരു വീഡിയോ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുകയാണ് ISISനെ കുറിച്ച്. അപ്പോൾ നമുക്ക് അതൊന്ന് കേൾക്കാം. جماعة داعش وغيرهم كل من ضل عن الصراط المستقيم. അദ്ദേഹം തുടർന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ISIS എന്ന് പറയുന്ന, ദായിഫ് എന്ന് പറയുന്ന ആ ഒരു സംഘടന, അത് പൂർണ്ണമായിട്ടും യഥാർത്ഥ ഇസ്ലാമിക പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആൾക്കാരാണ്, തെറ്റിപ്പോയ ആൾക്കാരാണ്. അത്രേ ഉള്ളൂ. അടുത്തത് മാത്രമല്ല പിശാചിന്റെ ആൾക്കാരാണ്, ഷൈത്താന്റെ ആൾക്കാരാണ്. وإما من غيرهم من دعاة الضلال ولا يقاومون إلا بالعلم النافع. هؤلاء من الذين قال الله فيهم جاهد الكفار والمنافقين. هؤلاء يكونون في صف المنافقين لأنهم يدعون الإسلام. ശേഷം അദ്ദേഹം പറയുന്നത് അള്ളാഹു ഖുർആനിലെ കുഫാറുകളോടും അതേപോലെ തന്നെ മുനാഫിക്കുകളോടും കപടവിശ്വാസികളോടും യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇവരോടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, ഇവരോടാണ് പറഞ്ഞിട്ടുള്ളത്. ISISനെ പോലുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് ബാധ്യതപ്പെട്ട കാര്യമാണ്, മുസ്ലിങ്ങൾക്ക് അള്ളാഹുൽ ഉത്തരവുള്ളതാണെന്നാണ് ഷെയ്ഖ് സാലിഹ് ഫൗസാൻ പറയുന്നത്. സോറി അദ്ദേഹം ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്നത് ബിരുദമുള്ള വ്യക്തിയല്ല. അപ്പം അങ്ങനെയൊക്കെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി മാത്രം എടുക്കുള്ളെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇനി നമ്മുടെ ലോക പോലീസ് ട്രംപണ്ണൻ എന്ത് പറയുന്നുണ്ട് അവിടെ കേൾക്കാം ലാസ്റ്റ് ആയിട്ട്. They have a bunch of dishonest people. They've created ISIS. Hillary Clinton created ISIS with Obama. അതായത് ഹിലറി ക്ലിന്റൺ ക്രിയേറ്റഡ് വിത്ത് ഒബാമ. ISISനെ ഉണ്ടാക്കിയത്
ഹിലരി ക്ലിൻ്റൺ ആണ് ഒബാമയുടെ കൂടെ എന്നാണ് ആര് പറയുന്നത്? ട്രംപണ്ടൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളും ഇതൊന്നും വ്യക്തമായിട്ട് ധാരണ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ധാരണ ഉണ്ടായിട്ട് മറച്ചു വെച്ചുകൊണ്ടോ ആയിരിക്കാം എല്ലാം കൂടി മുസ്ലിങ്ങൾ തലയിൽ കൊണ്ടുപോയിട്ട് ഐസിസ് മുസ്ലിങ്ങളാണോ, ഐസിസ് ഈക്വൾ ടു ഇസ്ലാം, ഐസിസ് ഈക്വൾ ടു ഇസ്ലാം എന്നുള്ള പക്ക വർഗീയ സംഘടനകളുടെ വർഗീയവാദികളുടെ അതേ വാദം ഒരു ഡിബേറ്റിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഡിബേറ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, തുടക്കം മുതൽ അവസാനം വരെ ഈ സാധനം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഐസിസ് ഈക്വൾ ടു ഇസ്ലാം, ഐസിസ് ഈക്വൾ ടു ഇസ്ലാം. ഓക്കെ ആയിക്കോട്ടെ, ശരി എന്നാ. സാഹചര്യം, വാദം, എതിർവാദം, ഇതെല്ലാം നോക്കി അവസാനം എത്തുന്ന നിഗമനങ്ങളാണ് ഈ പഠനങ്ങൾ. ഈ ചില ആൾക്കാർ ഈ വാദം ഉന്നയിക്കുമ്പോൾ പറയാറുണ്ട്, യൂണിവേഴ്സിറ്റി പഠനം നോക്കിയിട്ടല്ല ഇസ്ലാമിൽ അടിമത്തം ഉണ്ടാകുന്നത്. അങ്ങനെയല്ല, ഇസ്ലാമിൽ അടിമത്തത്തെ നോക്കിയാണ് യൂണിവേഴ്സിറ്റി പഠനങ്ങൾ ഉണ്ടാകുന്നത്. ആ യൂണിവേഴ്സിറ്റി പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലെ നെല്ല് ഏതാണ്, പതിര് ഏതാണ്, ഫാക്ട് ഏതാണ്, ഫിക്ഷൻ ഏതാണ്, ശരി ഏതാണ്, പ്രൊപ്പഗാൻഡ ഏതാണ് എന്ന് നോക്കി വാട്സ്ആപ്പ് ചരിത്രത്തിന് അതീതമായി വസ്തുനിഷ്ഠമായ എണ്ണം പറയുന്ന ചരിത്രമാണ് അതെടുക്കുന്നത്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയും റിയൽ യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള കമ്പാരിസൺ എന്താണെന്നുള്ളത് ആ ഒരു ഡിഫറൻസ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നു എന്നുള്ളത്. അപ്പോൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി അല്ല യഥാർത്ഥ യൂണിവേഴ്സിറ്റീസ് പഠനങ്ങൾ എടുക്കുന്നത്. ഇവർ വിചാരം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി പഠനങ്ങൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി കാത്തിരുന്നിട്ട് ഇങ്ങനെ എഴുതിയാൽ അത് യൂണിവേഴ്സിറ്റി പഠനമാകുന്ന, യൂണിവേഴ്സിറ്റിക്കകത്ത് ലൈബ്രറി പോയിരുന്ന് എഴുതിയാൽ അത് യൂണിവേഴ്സിറ്റി പഠനമാവില്ല. യൂണിവേഴ്സിറ്റി പഠനമാകണമെങ്കിൽ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള സോഴ്സിൽ നിന്ന് നമ്മൾ എടുത്ത് പഠിക്കണം. അപ്പോൾ ഒരാൾ റിസർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇസ്ലാമിൻ്റെ അടിമത്തം, ഓക്കെ, അയാൾ എന്ത് ചെയ്യാണ്? പണ്ഡിതന്മാരെ പോയി നേരിട്ട് കാണും, അവരോട് സംസാരിക്കും, അവരിൽ ഇൻഫർമേഷൻസ് എടുക്കും. അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ റെഫറൻസ് എടുക്കും, ഹിസ്റ്റോറിക്കൽ പുസ്തകങ്ങൾ എടുക്കും, നോൺ ഇസ്ലാമിക്കും ഇസ്ലാമിക് ഗ്രന്ഥങ്ങൾ എടുക്കും. എല്ലാം വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇത് പഠനങ്ങൾ നടത്തുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരു പഠനങ്ങൾ നടത്തുന്നത് അത് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് വരാൻ കാരണം എന്താ? ഈ എക്സ് മുസ്ലിംസ് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി അല്ലാതെ വേറെ ഒന്നും അറിയില്ല. അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. പ്രൊഫസർ ഫ്രാങ്ക് ഗ്രിഫൽ അദ്ദേഹം പറയുന്നുണ്ട്, സക്സസ്ഫുൾ സോഷ്യൽ റിഫോം എന്ന രീതിയിൽ ഗ്രാജുവൽ ഇംപ്ലിമെന്റേഷൻ ആണ് പ്രവാചകൻ മുഹമ്മദിന്റെ കാലത്ത് കൊണ്ടുവരുന്നത്. കോ-എഡിറ്റർ ഓഫ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് അതോടൊപ്പം പ്രൊഫസർ തൈമൂർ ഖുർആൻ പറയുന്നത് ഇമ്മീഡിയറ്റ് അബോളിഷൻ വുഡ് ഹാവ് കോസ്ഡ് എക്കണോമിക് കൊളാപ്സ്. അതായത് പെട്ടെന്ന് അബോളിഷ് ചെയ്യുകയാണെങ്കിൽ അറേബ്യയിൽ സാമ്പത്തികമായ കൊളാപ്സ് ഉണ്ടാകുമായിരുന്നു. ഇതുകൊണ്ടാണ് പെട്ടെന്ന് അബോളിഷ് ചെയ്യാതെ ഗ്രാജുവലായി ആ കാര്യം കൊണ്ടുവരികയും ചെയ്യുന്നത്. നമ്മളൊരു വ്യക്തിയെ, മഹാനെ, പ്രവാചകനെ എടുക്കുമ്പോൾ ആ കാലഘട്ടത്തിലൂടെ നോക്കാൻ കഴിയും. ആ കാലഘട്ടത്തിൽ വിഭിന്നമായി എങ്ങനെയാണ് നോക്കാൻ കഴിയുക? തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ മെച്ചപ്പെട്ടതാക്കാൻ, മികച്ചതാക്കാൻ ബെർണാഡ് ലൂയിസ് ആൻഡ് സ്ലേവറി ഇൻ ഇസ്ലാം എന്ന പഠനത്തിൽ അദ്ദേഹം പറയുന്നു, മക്കൻ പീരീഡിൽ സ്ലേവിനെ മോചിപ്പിക്കുന്നത് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ലേവുകൾ അങ്ങനെ മോചിപ്പിക്കുകയുണ്ടായി. അവരുടെ ജീവിത നിലവാരം മെച്ചമായി. ഒരുപാട് ഇത്തരം കാര്യങ്ങൾ, എന്നിട്ട് അവരെ വിളിക്കുന്ന പേരുകൾ, അവരെ വിളിക്കുന്ന അടിമ അല്ലെങ്കിൽ എന്ന് വിളിക്കുന്ന പേരിൽ നിന്ന് ഫതായും ഫതാത്തും, ബോയ് ആൻഡ് ഗേൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പേര് നമ്മുടെ നാട്ടിലെ അതിഥി തൊഴിലാളികൾ വിളിക്കുന്നത് പോലെ ആ പേരിന്റെ ബ്രാൻഡിംഗ് മാറ്റണം. കാര്യം അവരോടുള്ള ബിഹേവിയർ മാറും. Prostitution, which was largely carried out to slave women who were forced by their masters, was totally prohibited. എത്രയോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ മുക്കാദിബത്ത് പ്രൊണൗൺസിയേഷൻ അറിയില്ല. അതായത് ഒരു അടിമയ്ക്ക് ഉടമയോട് നെഗോഷിയേറ്റ് ചെയ്ത് തന്നെ സ്വാതന്ത്ര്യം മേടിക്കാനുള്ള മുക്കാദബ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയും അങ്ങനെ ഒരുപാട് സ്ലേവുകൾ മുമ്പോട്ട് വരികയും ചെയ്യും. ഇവിടെയും അദ്ദേഹം കുറേ പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കാണിക്കുന്നുണ്ട്, കേംബ്രിഡ്ജ് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനടക്കുന്നവനെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്ന് കാണുന്നില്ല. അതിൻ്റെ പ്രശ്നം ഉണ്ടാവും സ്വാഭാവികമായിട്ടും അവരുടെ കാണികൾക്ക്. ഇനി ഇതിൽ രസം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇതിൽ അദ്ദേഹം കൂട്ടിയെന്ന ഒരാൾക്കാരുണ്ട്. അതിനെ കൂടെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ്, പെട്ടെന്ന് നിരോധിക്കാൻ പറ്റിയ സംഭവം ആയിരുന്നില്ല അന്നത്തെ അടിമത്തം എന്ന് പറയുന്നത് അത് വ്യാപിച്ച് കിടക്കുന്ന ഒന്നായിരുന്നു. അത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് പ്രാക്ടിക്കലി പോസിബിൾ എന്നാണ് ആര് പറയുന്നത്? പഠനങ്ങൾ നടത്തിയ ആൾക്കാർ പറയുന്നത്. അപ്പോൾ അത് ഇസ്ലാം ചെയ്തിട്ടുണ്ട്. അത് ഇസ്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ഇനി അടുത്ത കാര്യം, പിന്നെ അതിഥി തൊഴിലാളി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പറയാം, അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ചാലും ശരി, ബംഗാളി എന്ന് വിളിച്ചാലും ശരി, രണ്ടും ഒന്നല്ലേ? ബംഗാളി എന്ന് വിളിക്കുമ്പോഴും അതിഥി തൊഴിലാളി എന്ന് വിളിക്കുമ്പോഴും രണ്ടിൻ്റെയും ഒരു വാക്ക് മാറുന്നതോട് കൂടിയിട്ട് നമ്മൾ അവരോട് കാണിക്കുന്ന സമീപനത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇസ്ലാം സ്ലേവ് എന്ന് പറയുന്ന ഒരു അടിമ എന്ന് വിളിക്കുന്ന, അബ്ദ് എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ അടിമ എന്ന് വിളിക്കരുത് എന്ന് റസൂലിന്റെ ഹദീസിൽ കാണാൻ സാധിക്കും. ഞാൻ അതിൻ്റെ തെളിവ് കാണിച്ചു തരാം. ദ ബുക്ക് ഓഫ് കൺസേണിങ് ദ യൂസ് ഓഫ് കറക്റ്റ് വേർഡ്സ്. അപ്പം നിങ്ങൾ പറയാറുള്ളത് കുറേ സിനിമ കണ്ടിട്ട്, കുറേ ചങ്ങല കിട്ടിയിട്ട്, കുറേ ചാട്ടർ കൊണ്ട് അടിച്ചടിച്ച് പണിയെടുക്കണം എന്ന് പറഞ്ഞ് ശമ്പളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ, എല്ലും തോലുമായ കുറേ ആളുകളെ, കുറേ കറുത്ത വർഗ്ഗക്കാരായ ആളുകളെ കൂടുതലായിട്ടും അവർ ഉപദ്രവിച്ചുകൊണ്ട് അവരെ പട്ടിണിക്കിട്ട് അവരെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിച്ച് അവരെ ഊറ്റിയെടുക്കുന്ന പരിപാടി, ആ സംഭവം ഇസ്ലാമിൽ ഇല്ല. ആ സ്ലേവർ ഇസ്ലാമിലില്ല. അപ്പം ഇവിടെ സ്ലേവ് എന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പഠിപ്പിച്ചിട്ടുള്ളത്. സഹീഹ് മുസ്ലിമിൻ്റെ അകത്തുള്ള ഹദീസാണ്. അതിനകത്ത് കാണാൻ സാധിക്കും, മൈ ഗേൾ, മൈ യങ് മാൻ എന്ന് വിളിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സ്ലേവ് എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത വിഷയങ്ങളാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് റെഫറൻസ് കൊടുത്തതിനുള്ളൂ. സഹീഹുൽ ബുഖാരിക്കകത്തുള്ള 2545 ഹദീസാണ്. അതിൽ സ്ലേവ്സ് ആർ യുവർ ബ്രദേഴ്സ്, അടിമകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരങ്ങളാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹദീസ് വളരെ പ്രശസ്തമായിട്ടുള്ള ഹദീസാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞ ഹദീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇൻഷാ അല്ലാഹ് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതിനുശേഷം ലിയാഖത്ത് അലിയുടെ ഒരു ചെറിയൊരു കൗണ്ടർ നോക്കാം. എനിക്ക് മനസ്സിലാവാത്തത്
ഇസ്ലാമിക അടിമത്തത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അടിമത്തത്തിന്റെ ഖുർആനിൽ നിന്ന് കിട്ടിയ ഏക വചനം ഫഖുറക്കബ ആണ്. ആ മലമ്പാത താടിക്കിടക്കാൻ നിങ്ങളുടെ അടിമയെ മോചിപ്പിക്കും. ടെക്സ്റ്റും കോണ്ടെക്സ്റ്റും സബ്ടെക്സ്റ്റും നമ്മൾ മനസ്സിലാക്കിയാൽ ഇത് ഇസ്ലാം മക്കയിൽ പിച്ച വെച്ചിട്ട് നടക്കുന്ന കാലത്ത് കൺവേർട്ടായി വരുന്ന അടിമകളുടെ എണ്ണം കൂടുതലായിരുന്ന കാലത്ത് ഷഹാദത്ത് ചൊല്ലിയിട്ടും മുശ്രിക്കിന്റെ അടിമത്തത്തിന് കീഴിൽ പീഡനം അനുഭവിക്കേണ്ടി വരുന്ന അടിമയെ മോചിപ്പിക്കാനുള്ള മുഹമ്മദ് നബിയുടെ ആഗ്രഹമായിരുന്നു എന്ന് മനസ്സിലാക്കുക. അതായത് രാഹുൽ ഈശ്വരി ഒരു ഖുർആൻ ആയത്ത് കൂട്ടിയിരുന്നത് സൂറത്ത് ഭരതനകത്തുള്ള ഒരു ഖുർആൻ ആയത്താണ്. അതിൽ അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്കൊരു മലമ്പാത അല്ലെ, ഒരു പ്രയാസമേറിയ പാത അത് താണ്ടിക്കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളത് താണ്ടിക്കടക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് ചോദിക്കും അള്ളാഹു. അപ്പോൾ അതെങ്ങനെയാണ് താണ്ടിക്കടക്കുക? ഒരു പ്രയാസമേറിയിട്ടുള്ള വഴികൾ നമ്മളിങ്ങനെ കടന്നു പോകേണ്ടത്. അത് ആ വഴിയിലൂടെ പോയാൽ സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴി അതാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് മക്കേ സൂറത്താണ്. സാധാരണ ഇവരുടെ സ്ഥിരവാദമാണല്ലോ, മക്കയിലാണ് ഭയങ്കര സമാധാനം അല്ലേ. പിന്നെ അവർ ഇടയ്ക്ക് പറയുന്നുണ്ട്, അവർ വെളുപ്പിക്കാൻ വേണ്ടി പറയുന്ന വേറെ കാര്യം, അന്ന് അടിമകളായിട്ടുണ്ടായിരുന്ന പ്രവാചകന്റെ അനുയായികൾക്ക് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയാതെ സമ്മതിച്ചിരുന്നൊരു വീഡിയോ കൂടിയാണിത്, ഒന്ന് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, മുസ്ലിങ്ങളെല്ലാവരും സുഖസുന്ദരമായി ജീവിക്കുകയായിരുന്നു, ദിവസം പൊറോട്ടയും ബിരിയാണി ആയിരുന്നു എന്നുള്ള ആ ഒരു വാദമൊക്കെ തൽക്കാലം ഇവിടെ തന്നെ പൊളിഞ്ഞു വീഴുന്നുണ്ട്. പിന്നെ ഇവൻ അതിൻ്റെ ഇടയിൽ കൂടി രാഹുൽ ഈശ്വരി ഖുർആൻ മൊത്തം തപ്പിത്തെറിഞ്ഞപ്പോൾ അതിനകത്ത് ഒരായത്ത് മാത്രമേ അടിമമോചനത്തെക്കുറിച്ച് കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേറെ ആയത്തൊന്നും ഖുർആനിൽ ഈ അടിമമോചനത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന രീതിയിലുള്ള ഒരു നരേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വേറൊരു സൂറത്ത് ഖുർആനിലെ മറ്റൊരു ആയത്ത് ഞാൻ കാണിച്ചു തരാം. ആരെങ്കിലും ഇവിടെ ഒരു ശപഥങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശപഥങ്ങൾ അവൻ തെറ്റിക്കുകയാണെങ്കിൽ അവന് പ്രായശ്ചിത്തമായിട്ട് അടിമയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രായശ്ചിത്തമായിട്ട് ഖുർആനിൽ പറയുന്നുണ്ട് കേട്ടോ. മോചനം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ഖുർആനിൽ പലപ്പോഴും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മാതിരി ഉടായ്പൊന്നും വർക്കൗട്ട് ആവൂല. കാരണം ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന കാലഘട്ടമാണ്. പണ്ടത്തെ പോലെ മൈക്ക് കയറി വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇപ്പോൾ ആൾക്കാർ അതെല്ലാം തിരിച്ചെടുത്ത് നോക്കും. അംഗീകാരം നൽകിയിട്ടുള്ളത് ഒരിക്കൽ കൂടി രാഹുലിനെ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ വചനം പരിപൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു നീതിയിൽ, അവനെല്ലാം കേൾക്കുന്നവനാണ്, മാറ്റമില്ല. അപ്പോൾ നിങ്ങൾ എന്താ കേട്ടത്? ഇതിനകത്ത് പറയുന്നത് ഖുർആൻ ആയത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്ന് പറയുന്നത് ലോകാവസാനം വരെയുള്ളതാണെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ ഇവൻ തന്നെയാണ് കുറച്ചു മുമ്പ് പറഞ്ഞത് സൂറത്ത് പലതിനകത്തുള്ള വചനം അത് കുറച്ച് കാലത്തേക്ക് മാത്രം, അത് പ്രവാചകന്റെ കാലത്തേക്ക് ഉള്ള അടിമകളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കുറച്ച് ആയത്ത്. അത് ഇസ്ലാമിനെ അപഹേളിക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലോകാവസാനം വരെ ഉള്ളത്. പക്ഷെ അടിമമോചനം അത് ലോകാവസാനം വരെ എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് മക്കയിലേക്ക് ഇറങ്ങിയ ഒരു കുറച്ച് വചനങ്ങളേ ഉള്ളൂ. ഉടായിപ്പ്, എന്തോ ഒരു ഉടായിപ്പാണ്. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് പോവാം. 2-3 തവണ ഞാൻ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാമോഫോബിയ പറയുന്ന സമയത്ത് മുസ്ലിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇസ്ലാമോഫോബിന് ഇസ്ലാമിനെ കുറ്റം പറയുകയാണെന്ന് രാഹുൽ ഈശ്വർ വിവേകാനന്ദനെ കൊട്ടിയത് പല സമയത്ത് പറഞ്ഞതുകൊണ്ട് മാത്രം രാഹുൽ ഈശ്വറിന് സ്പെഷ്യലായിട്ട് ഞാൻ 5 വിവേകാനന്ദന്റെ കൊട്ടേഷൻസ് ആണ് എടുക്കുന്നത്. ദി കംപ്ലീറ്റ് വർക്ക് ഓഫ് സ്വാമി വിവേകാനന്ദയുടെ വോളിയം 5 അദ്ദേഹം പറയുന്നത് ഇസ്ലാം വാളിന്റെ മതം ആണ് എന്നാണ്. മുഹമ്മദ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വാളിനിരയാക്കി. ഒരു ഹിന്ദു മുഹമ്മദീയ മതത്തിലേക്ക് മാറുമ്പോൾ ഒരു ഹിന്ദു കുറയുക മാത്രമല്ല, ഒരു ശത്രു വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞ മഹാനാണ് സ്വാമി വിവേകാനന്ദൻ. എന്താ കയ്യടി, ഇങ്ങനെ കയ്യടിക്കുകയാണ്. പറയുന്ന സാധനം എന്തെങ്കിലും ഒരു ആധികാരികത ഉണ്ടോ എന്ന് പോലും നോക്കാതെ അവിടെ ഇരിക്കുന്ന കുറേ ഇസ്ലാമോഫോബ്സും വർഗീയവാദികളും ഈ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് കിടക്കുന്നവന്മാരൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പുളകം കൊള്ളുകയാണ്. കാരണം എന്താ, ഇവൻ പറഞ്ഞ സംഭവം വാളിനിരയാക്കി ഹിന്ദുക്കളെ കൊന്നു, ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ നല്ല സുഖം കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ കൈയടിച്ചിട്ട് പാസ്സാക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഇനി ഈ സാധനം ഈ പറഞ്ഞ ഉടായ്പിനെ രാഹുൽ ഈശ്വരി അത് കൗണ്ടർ ചെയ്യുന്നൊരു വീഡിയോ അതും കൂടി കാണാം. പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് ഏറ്റവും ഗ്ലോറിഫൈ ചെയ്തു. മുഹമ്മദ് by his life showed that Mohammedans there should be equality and brotherhood. There was no race, caste, creed, color or sex. സുൽത്താൻ ഓഫ് ടർക്കി ഒരു നീഗ്ര ആളാം, അയാളെ ടർക്കിയിലേക്ക് ചെയിൻ കൊണ്ടുവരാം, അയാൾ മുഹമ്മദനായി അവരുടെ കൂട്ടത്തിൽ ചേർന്നാൽ ടർക്കിയുടെ സുൽത്താന്റെ മകളെ അവർ കല്യാണം കഴിച്ചു കൊടുക്കും. എന്നിട്ട് അടുത്ത അമേരിക്കക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ രാജ്യത്ത് നീഗ്രോകളെയും അമേരിക്ക ഇന്ത്യൻസിനെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത്? നിങ്ങൾ ആലോചിക്കണം. ലിയാഖത്ത് കോട്ട് ചെയ്ത് എക്സാക്ട് കോട്ട് എന്താ ലിയാഖത്ത് പറ്റുന്നത്? ഒരുപാട് പേർക്ക് പറ്റുന്നത് വിവേകാനന്ദന്റെ ഫുൾ ടെക്സ്റ്റ് വായിക്കാതെ വിവേകാനന്ദൻ കോട്ട് ചെയ്യുന്നത് പല ആൾക്കാരും ഇങ്ങനെ പറയുന്നു, മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നവർ ഇങ്ങനെ പറയുന്നു എന്ന് ഇവരെ സാധാരണ ഖുർആനിൽ ചെയ്യുന്ന പോലെ ഹദീസുകൾ ചെയ്യുന്ന പോലെ അവിടുന്ന് ഇവിടുന്ന് പെറുക്കിയെടുത്തിട്ട് ഇങ്ങനെ അവർ തോന്നിയ പോലെ വ്യാഖ്യാനിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്തതാണ്. പക്ഷെ അത് പിടിക്കപ്പെട്ടു. അത് ഓൾറെഡി രാഹുൽ ഈശ്വറിനും സ്വാമി വിവേകാനന്ദൻ്റെ വിഷയങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ അതിനെ കൗണ്ടർ ചെയ്ത് പിടിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈവൻ ഈ പറഞ്ഞ അമേരിക്കൻ വൈറ്റ് പീപ്പിൾ അവരോട് മുമ്പിൽ വെച്ചിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യം കൂടിയാണ്. പ്രവാചകന് നിറം നോക്കാതെ ഈ ഒരു അമേരിക്കൻ ഒരു ബ്ലാക്ക് നീഗ്രോ ആണെങ്കിൽ ആ ആളോട് പോലും പ്രവാചകന് ചെയ്യുന്ന അതേ രീതിയിലുള്ള ഒരു പരിഗണനയാണോ, ഒരു രീതിയിലാണോ നിങ്ങൾ പെരുമാറാറുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കൂടി ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഏറ്റവും അവസാനത്തെ ഒരു ക്ലിപ്പ് കൂടി കാണാൻ പോവുകയാണ്. നാദിയ മുറാദ് പറയുന്നതല്ല ഇസ്ലാം.
ഐസിസ് പറയുന്നതാണ് ഇസ്ലാം എന്ന് രണ്ടേ രണ്ട് ആൾക്കാരെ ലോകത്തിൽ പറയൂ, ഐസിസും എക്സ് മുസ്ലിങ്ങളും. ഐസിസ് പറയുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്ന രണ്ടേ രണ്ട് വിഭാഗങ്ങളെ ഈ ലോകത്തിലുള്ളൂ, അത് ഐസിസുകാരും എക്സ് മുസ്ലിങ്ങളുമാണ്. കാരണം എന്താ? ഐസിസുകാർക്ക് അതിനെ ദുരുപയോഗം ചെയ്യണം, എക്സ് മുസ്ലിംസിന് മുസ്ലിങ്ങളെ കരിവാരിത്തേക്കണം, എന്നിട്ട് ഒറ്റയും തെറ്റുമില്ലാതെ അവിടെയും ഇവിടെയുള്ള കോട്ടുകളെ എടുത്ത് പ്രവാചകൻ ആൾക്കാരെ കൊന്നില്ലേ എന്ന്. അത് തന്നെയല്ല ഐസിസ്, ഇത് തന്നെയാണ് ഐസിസും ചെയ്യുന്നത്. അതെ, അപ്പം ഇവിടെ വ്യക്തമാണ് ഈ ഒരു ഡിബേറ്റ് മുഴുവൻ പറയുന്ന കാര്യം എന്തായിരുന്നു? ISIS ഈക്വൽ ടു ഇസ്ലാം, ISIS ഈക്വൽ ടു ഇസ്ലാം. പക്ഷേ ISIS എന്ന് പറയുന്ന സംഘടന, ആ ഒരു തീവ്രവാദ സംഘടന, അത് മുസ്ലിങ്ങളാണ്, ഇസ്ലാമാണ് എന്ന് പറയുന്നത് രണ്ട് ആൾക്കാരേ ഉള്ളൂ. ഒന്നാരാണ്? ഒന്ന് എക്സ് മുസ്ലിംസ് ആണ്, പിന്നെ അത് ISIS ആണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ISIS ആണ് ഇസ്ലാം എന്ന് പറഞ്ഞു നടക്കുന്ന ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു നടക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.